ശരി, ശ്രീ ജോർജ് പൊടിപ്പാറ അദ്ദേഹം അല്പനേരം കൂടി ഉള്ളതുകൊണ്ടാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇപ്പോൾ എന്താണ് ഈ രമേശ് ചെന്നിത്തല ഇപ്പോൾ നടത്തിയ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ കോൺഗ്രസിൽ ഐക്യം, UDF ഐക്യം, ഞങ്ങൾ ഒരുമിച്ച് നിന്നുള്ള വിജയം എന്നൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ കാണിക്കാനൊക്കെ കഴിഞ്ഞു. പക്ഷേ ഈ വിജയശേഷം രമേശ് ചെന്നിത്തല പറയുന്നു, എന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടില്ല, ഞാൻ എത്ര ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ വിജയഘട്ടത്തിൽ ഇങ്ങനെയൊരു അപസ്വരം ചെന്നിത്തലയിൽ നിന്ന് വരുന്നത്? അദ്ദേഹത്തെ ക്യാപ്റ്റൻ എന്ന് വിളിക്കാത്തതിൻ്റെ വിഷമം അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അത് വളരെ കൃത്യമല്ലേ. നമുക്ക് വേറെ അതിനകത്ത് ഒരുപാട് വ്യാഖ്യാനങ്ങളുടെ ആവശ്യമില്ല. ഇത്തരം ഒരു വിജയത്തെ അതിൻ്റെ ആ ഒരു എന്താ പറയുക, പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ആ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ഈ സമൂഹവും കോൺഗ്രസും കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ളവരും കൊടുക്കുന്നത് VD സതീശനാണ്. VD സതീശൻ ക്യാപ്റ്റൻ ആകുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ നോക്കൂ. VD സതീശൻ പറഞ്ഞു, ക്യാപ്റ്റൻ എന്നാരും എന്നെ വിളിക്കേണ്ട, ഇനി ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ അദ്ദേഹം മേജറാണെന്ന് പറഞ്ഞ് അതിന് കൃത്യമായൊരു മറുപടി പറഞ്ഞു. അത് വലിയ വളരെ ലാഘവത്തിൽ അതൊരു തമാശയാക്കി മാറ്റി. സ്മൃതി, ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ VD സതീശനേക്കാൾ അടുത്ത തവണ മുഖ്യമന്ത്രി ആ കസേര സ്വപ്നം കാണുന്നത് രമേശ് ചെന്നിത്തലയാണ്. ആ സ്വപ്ന സാഫല്യത്തിന് ഇതൊക്കെ ഈവൻ നിലമ്പൂരിലെ വിജയം പോലും ഒരു മാർഗതടസ്സമാകും, വിഘ്നമാകും എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ VD സതീശനെ തുടർച്ചയായി വിജയം കൊയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ അൻവറിനെതിരായിട്ടുള്ള ആ ഒരു വിഷയത്തിൽ പോലും VD സതീശനെടുത്ത, നേരത്തെ സണ്ണിച്ചായൻ പറഞ്ഞതുപോലെ കേരളം മുഴുവൻ ആ നിലപാടിനെ ശ്ലാഘിക്കുമ്പോൾ, ആ VD സതീശന് മുമ്പിൽ കേരളത്തിലെ നിഷ്പക്ഷമതികളെല്ലാം അണിനിരക്കുമ്പോൾ, ഒരു കാലത്ത് കോൺഗ്രസിനെ അംഗീകരിക്കാത്തവർ പോലും ഇത്രയും കൃത്യമായൊരു നിലപാടെടുത്തതിൻ്റെ പേരിൽ VD സതീശനോടൊപ്പം ചേരുമ്പോൾ അതെങ്ങനെയാണ് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആഹ്ലാദത്തോടെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുക? സ്വാഭാവികമല്ലേ അത്. അപ്പോൾ അൻവറിനെ കൊണ്ടുവന്ന് ഇതിനകത്ത് ഇനി ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക. അൻവർ ഇപ്പോൾ സതീശനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തെറി, അതിനകത്ത് ലീഗിലെ തന്നെ ചിലരുടെയൊക്കെ ഒരു കൂട്ടായ്മ, ഒരു കുറുമുന്നണി ഉണ്ടാക്കി ഏതെങ്കിലും രീതിയിൽ സതീശനെതിരെ ഒരു മുഖം തുറക്കാൻ കഴിയുമോ എന്നതും എന്നുകൂടിയല്ലേ ശ്രീ ജോർജ് പൊടിപ്പാറ? അപ്പോൾ എന്താണ് ഒരു അസ്വീകാര്യതയ്ക്ക് കാരണം? VD സതീശൻ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുകയാണോ? ലീഗിനോട് ആലോചിക്കാതെ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ടോ? ഈ കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും തമ്മിലൊരു മൂപ്പിളമ തർക്കമുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ഇതൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം, അതത്ര ഇല്ലായിരിക്കാം. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ VD സതീശനെടുത്ത തീരുമാനത്തെ ആർക്കെങ്കിലും എതിർക്കാൻ പറ്റും? ഈ രമേശ് ചെന്നിത്തലയ്ക്ക് പോലും UDFൻ്റെ വാതിൽ അടയ്ക്കാൻ തീരുമാനിച്ച ഞാൻ ഒറ്റയ്ക്കല്ല, രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടി സാഹിബും അടക്കമുള്ള മുഴുവൻ UDF നേതാക്കളും ഘടകകക്ഷികളും ഒരുമിച്ചിരുന്നെടുത്ത തീരുമാനമാണ് ഈ ഡോർ അടയ്ക്കാൻ, അല്ലെങ്കിൽ ഈ ഷട്ട് ദ ഡോർ എന്നുള്ള തീരുമാനം എന്ന് VD സതീശൻ നിരവധി തവണ ആവർത്തിച്ചപ്പോൾ അല്ല എന്ന് പറയാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞോ? ശ്രീ PK കുഞ്ഞാലിക്കുട്ടിക്ക് കഴിഞ്ഞോ? അടൂർ പ്രകാശിന് കഴിഞ്ഞോ? ET മുഹമ്മദ് ബഷീറിന് കഴിഞ്ഞോ? ആ തീരുമാനം ശരിയായിരുന്നുവെന്ന് നിലമ്പൂരിലെ ജനത തെളിയിച്ചു. VD സതീശനായിരുന്നു ശരിയെന്ന് നിലമ്പൂരിലെ ജനത ആ കാര്യത്തിന് അടിവരെ പറഞ്ഞു, സമ്മതിച്ചു. അപ്പൊ പിന്നെ ഇതൊക്കെ കഴിഞ്ഞു തീർക്കാന്നല്ലാതെ ഇത്രയും വലിയൊരു വിജയമുണ്ടായി അത് തന്നെ പറയേണ്ടി വന്നു. സണ്ണിച്ചായ, അതല്ലേ സത്യം. അപ്പോൾ ഇത് ഒരു വലിയ വിജയമായിരുന്നു. അതായത് UDFന് കൃത്യമായി മേൽക്കോയ്മ കിട്ടിയ ക്രെഡിറ്റ് മുഴുവൻ UDFന് കിട്ടുന്നൊരു ഘട്ടത്തിൽ പോലും അതിലൊരു പങ്ക് ഈ അൻവറിന് കൊടുക്കണമെന്ന് ആർക്കാ ഇത്ര വാശി? ആരുടെ? ഈ UDF അണികളുടെ വികാരമാണോ? UDFലെ രണ്ടാം തര നേതാക്കൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അഭിപ്രായമുണ്ടോ? പിന്നെ എന്തിനാണ് ഈ അൻവറിന് ഇല്ലാത്ത മഹത്വം? ഈ 19,000 വോട്ട് വലിയൊരു ആനക്കാര്യമാണ്. ഇതിനു മുമ്പ് 40,000 വോട്ട് വരെ തനിച്ച് നിന്ന് നേടിയ എത്രയോ പേരുണ്ട്. അപ്പോൾ ഈ നിലമ്പൂരിൽ സ്വന്തം തട്ടകത്തിൽ 9 വർഷം MLA ആയിരുന്ന ഒരു മണ്ഡലത്തിൽ 19,000 വോട്ടെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അതൊരു സംഖ്യയല്ല, മാന്ത്രിക സംഖ്യ പോയിട്ട് അതൊരു സാധാരണ സംഖ്യ പോലും അല്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ടും എന്തിനാണ് ഈ പറഞ്ഞ സ്വന്തം പല്ലട കുത്തി മണപ്പിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. ഇത് UDFന് നല്ലതല്ല. അത് ET മുഹമ്മദ് ബഷീർ ആയാലും അത് രമേശ് ചെന്നിത്തല ആയാലും UDFനകത്ത് അനാവശ്യമായ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. പക്ഷേ UDFിനകത്തെ ആ കൺഫ്യൂഷനാണ് LDFിന്റെ ഐശ്വര്യം എന്നുള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.